വെൽക്കം ടു ബയോളജി ക്ലാസ്. നമ്മൾ അടുത്ത ഗ്രന്ഥിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ പൈനിയൽ ഗ്രന്ഥി എന്നൊക്കെ കാണാം. ഓരോ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ മാതിരിയാണ്. അപ്പോൾ ഏട്ടൻ പഠിച്ചത് പീനിയൽ ഗ്രന്ഥി എന്നാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പൈനിയൽ ഗ്രന്ഥി എന്നാണ്. അപ്പോൾ നമുക്ക് പൈനിയൽ ഗ്രന്ഥി എന്ന് പഠിക്കാം. പൈനിയൽ ഗ്രന്ഥിയെ നമ്മൾ ജൈവഘടികാരം എന്ന് പറയും. എന്താണ് അതിൻ്റെ കാരണം? താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണല്ലോ ഉറക്കവും ഉണരലും. അങ്ങനെ ഒരു താളാണ്. രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു, രാവിലെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് ഉണരുന്നു. അപ്പോൾ ഉറങ്ങാൻ ആകുമ്പോൾ നമുക്കൊരു സമയമുണ്ട് അല്ലേ? ആ സമയമാകുമ്പോൾ നമുക്ക് ഉറക്കം വരും. അതേപോലെ തന്നെ രാവിലെ ഉണരാനാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഉണർന്നു പോകും. അപ്പോൾ ഇതൊരു ക്ലോക്ക് പോലെയാണ്. അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം ആകുമ്പോൾ നമ്മൾ ഉറങ്ങുകയും ടൈം ആകുമ്പോൾ ഉണരുകയും ചെയ്യും. അതാണ് ആ ഘടികാരം. ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ്. നമ്മൾ ഏത് സമയത്ത് ഉണരണം എന്ന് തീരുമാനിക്കുന്നത് ഈ പൈനിയൽ ഗ്രന്ഥിയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിനെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കും. അതായത് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. മെലറ്റോണിൻ ആണ് എന്ത് നിർണ്ണയിക്കുന്നത്? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം നിർണ്ണയിക്കുന്നത്. രാത്രി കാലങ്ങളിൽ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമായിരിക്കും. മെലറ്റോണിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ഉറക്കത്തെയും ഉണരലിനെയും എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. അതേപോലെ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച. നമ്മളിനി അടുത്ത ഗ്രന്ഥിയിലേക്ക് പോവാണ് കേട്ടോ. ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണെന്ത്? ശരീര വളർച്ച. അതായത് ശരീരത്തിൻ്റെ വളർച്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കും. വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. എന്താണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഘടന? നോക്കി നോക്കൂ. വളർച്ചാഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെ വർദ്ധിപ്പിക്കുന്ന, വളർച്ചയുടെ വേഗത കൂട്ടുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. അതിന് ഇംഗ്ലീഷിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയും. വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇത്? വളർച്ചാ ഹോർമോൺ. അത് നമ്മൾ എന്താ വിളിക്കുക? സൊമാറ്റോട്രോപ്പിൻ. ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടായാൽ അത് വളർച്ചയെ എന്ത് ചെയ്യും? വളരെ മോശമായിട്ട് ബാധിക്കും. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ, അതായത് സൊമാറ്റോട്രോപ്പിൻ കൂടിയാൽ അതെന്താവും? അമിതമായ ശരീര വളർച്ച കാരണമാകും. ഇങ്ങനെ വളരുന്ന അവസ്ഥയ്ക്ക് ഭീമാകാരത്വം എന്ന് പറയും. അതിലുണ്ട് ഒരാൾ വലിയ ഹൈറ്റുള്ള ആൾ, അതാണ് ഭീമാകാരത്വം. എന്നാൽ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോയാൽ നമ്മുടെ വരൾച്ച മുരടിച്ചു പോകും. അതിൻ്റെ പേരാണ് വാമനത്വം, ഡോർഫ്. വളർച്ചാഘട്ടത്തിന് ശേഷം നമ്മുടെ ശരീരം വളർന്നു കഴിഞ്ഞു പൂർണ്ണമായിട്ടും, ഇനി വളർച്ചയില്ല എങ്കിൽ ആ സമയങ്ങളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം വർദ്ധിച്ചു വന്നാൽ അത് മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകും. എന്നിട്ട് നമ്മുടെ മുഖവും അസ്ഥിയൊക്കെ എന്താവും? വികൃതമാവും. ഈ ഒരു അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് അക്രോമെഗാലി. അപ്പോൾ ഇത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്. കൂടിയാലുണ്ടാകുന്ന പ്രശ്നവും കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നവും വളർച്ച പൂർണ്ണമായതിനു ശേഷം വർദ്ധിച്ചാലുണ്ടാകുന്ന പ്രശ്നമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം. ഇവിടെ ശ്രദ്ധിക്കുക, ചിത്രത്തിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് രണ്ട് തലമുണ്ട്, മുൻതളവും പിന്തളവും. മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളിലെ അവയുടെയൊക്കെ പ്രവർത്തനത്തെ സ്പീഡ് കൂട്ടുന്ന ഹോർമോണിനെ ഉൽപ്പാദിക്കുന്നുണ്ട്. ഇവയാണ് ട്രോപ്പിക് ഹോർമോൺ. അതിനാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി ഗ്രന്ഥി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇവരെന്താ ചെയ്യുക? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ സഹായിക്കും. അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ഇത് അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും. ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം, സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവയെ ഉത്തേജിപ്പിക്കും. വളർച്ചാ ഹോർമോൺ ശരീരവളർച്ച ത്വരിതപ്പെടുത്തും. പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം. അപ്പോൾ ഇതൊക്കെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളാണ് അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്?
ഉത്തേജിപ്പിക്കുന്നത്. ഇതൊക്കെ അന്തസ്രാവ ഗ്രന്ഥി അല്ലേ, തൈറോയ്ഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥിയൊക്കെ അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചു നോക്കാം.